ഹലോ ഗായ്സ്, നമ്മുടെ BGMI 3.9 അപ്ഡേറ്റിന്റെ കുറച്ച് പുതിയ വിശേഷങ്ങളും കാര്യമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മച്ചാൻ നമുക്ക് 3.9 അപ്ഡേറ്റിലെ പ്ലെയിൻ ആനിമേഷൻ തന്നെ ആദ്യം കണ്ടു നോക്കാം. ആനിമേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഒന്നും പറയില്ല, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ 3.9 അപ്ഡേറ്റില്. ആ ഗണ്ണൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ആ ഡ്രോപ്പിന്റെ മുകളിൽ കൂടെ വന്നിട്ട് 4 പേര് നിൽക്കുന്ന ആ നിപ്പുണ്ടല്ലോ, വേറെ ലെവൽ എന്നാട്ടാ. നമുക്ക് നമ്മുടെ മാപ്പിലോട്ട് പോകാം. നമുക്ക് 2 മെയിൻ ഇവന്റ് ആണ് വരുന്നത്. ഒരെണ്ണം വരുന്നത് നമ്മുടെ കോറി സൈഡും ഒരെണ്ണം വരുന്നത് നമ്മുടെ പ്രസന്റ് സൈഡും. പിന്നെ ഒരു കാര്യം, ഇതില് മിനി ഇവന്റ് ഇല്ല. ഇതാണ് നമ്മുടെ നിയോൺ ഔട്ട് പോസ്റ്റ് മെയിൻ ഇവന്റ്. നമ്മുടെ ഇവന്റിന്റെ തീം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു തീമാണ് കേട്ടോ. നമുക്ക് മെയിൻ ഇവന്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി 5 വഴികളുണ്ട് കേട്ടോ. നമുക്ക് ആ 5 വഴികൾ ആദ്യം കാണാം. ഇതാണ് ഇവന്റിലെ മെയിൻ എൻട്രി. പിന്നെ ഇവന്റിന്റെ ചുറ്റിൽ ഇതുപോലത്തെ ചെറിയ 5 എൻട്രൻസും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ ഇവന്റിലെ താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ലൂട്ട് ബോക്സും ഉണ്ടാവും. അതും നമുക്ക് അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഇവന്റിലെ സമൺ ചെയ്യുന്ന സ്ഥലം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തീം ഉണ്ട്, അത് സെറ്റാണ് കേട്ടോ. അത്യാവശ്യം ഒരു സ്ക്വാഡിന് സെറ്റ് ആവേണ്ട വെപ്പൺ എല്ലാം ഈ ഒരു ക്രേറ്റ് തുറക്കുമ്പോൾ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ 3.9 പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് കോസ്മിക് ഹോവർ ബോർഡ്. അത് നമ്മുടെ ഇവന്റിൽ എവിടെ പോയാലും ആ ഒരു സാധനം കിട്ടും നമുക്ക്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ ബോർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടല്ലോ, എൻ്റെ 2 മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് അത് ലെവൽ 3 ആയി. ഇനി ഓവർ ബോർഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്: റൈഡിങ്, ഫ്രീ സ്റ്റൈല്, ബൂസ്റ്റ്. ജസ്റ്റ് റൈഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മൂവിങ് ആവും. ബൂസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷീൽഡും കൂടെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഫ്രീ സ്റ്റൈൽ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ജമ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫ്രീ സ്റ്റൈലിന്റെ എമൗണ്ട് കാണിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഇവന്റിൽ 2 സൈഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം വരുന്നത് ബ്ലാക്ക് മാർക്കറ്റും ഒരെണ്ണം വരുന്നത് എനർജി പ്ലാന്റും. നമുക്കാദ്യം ബ്ലാക്ക് മാർക്കറ്റ് സൈഡിലോട്ട് പോകാം, എന്നിട്ട് അവിടുത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് ഈ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാമ്പസിനൊക്കെ പറ്റിയ സ്ഥലം. ബ്ലാക്ക് മാർക്കറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. നമുക്കിനി എനർജി പ്ലാന്റിലോട്ട് പോവാം. നമ്മുടെ മെയിൻ അറീനയുടെ 2 സൈഡായിട്ടാണ് ഈ ബ്ലാക്ക് മാർക്കറ്റും അതുപോലെ എനർജി പ്ലാന്റ് ഇരിക്കുന്നത്. നമുക്ക് എനർജി പ്ലാന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എനർജി പ്ലാന്റ്. ഇവിടെ ഇതുപോലെ ചെറിയ ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനർജി പ്ലാന്റിൽ മെയിനായിട്ട് ലൂട്ട് കിട്ടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു ബിൽഡിംഗ്. ഇവിടെ ലൂട്ടും കിട്ടും, അത്യാവശ്യം ക്യാമ്പസും ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടെ ആയിരിക്കും. ഇനി നമുക്ക് എനർജി പ്ലാന്റിന്റെ ബാക്ക് സൈഡ് നോക്കാം. ജസ്റ്റ് ഇതാണ് എനർജി പ്ലാന്റിന്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവന്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ലൂട്ടൊന്നും കിട്ടില്ലെങ്കിൽ ഈ ഒരു യെല്ലോ മാർക്ക് ഉണ്ടോ, അതിലൊരു ടൈമറും കൂടെ ഉണ്ട്. അതാണ് ആസ്ട്രോഡൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ആസ്ട്രോഡൻ എന്താണെന്ന് നോക്കാം. ഇതിന്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് എൻട്രർ അടിച്ചാൽ മാത്രം മതി. നമ്മൾ എൻട്രർ അടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട വെപ്പൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ 2-3 വെപ്പൺസ് ഉണ്ട് കേട്ടോ. അത് വെച്ചാണ് നമ്മൾ ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടത്. അവസാനം ഇവിടുത്തെ സ്ട്രോങ്സ്റ്റ് ടീം ഏത്, അവർക്ക് ഈ ഒരു നടുക്കുള്ള ലൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ആസ്ട്രോഡന്റ് ഇവന്റിൽ മാത്രമല്ല, അല്ലാതെ നമ്മുടെ മാപ്പിലെ വേരിയസ് ലൊക്കേഷൻസിലും ഉണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ എത്ര പേരെ അടിച്ചിട്ടാലും അത് കില്ലായിട്ട് കൗണ്ട് ആവില്ല. ടൈമർ ചെയ്യുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ടീമിന് സെറ്റ് ആവേണ്ട ലൂട്ടല്ല ഇത് കിട്ടും. ലൂട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ എവിടെയാ കയറിയ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തും. പിന്നെ നമ്മുടെ ഇവന്റിൽ ഇതുപോലത്തെ റോബോട്ട്സ് ഉണ്ടാവും. ഇതിനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂട്ട് കിട്ടിയതെന്ന്. ഇത് നമ്മുടെ ഇവന്റിലെ ചില ലൊക്കേഷൻസിലൊക്കെ ഇത് ഉണ്ടാവും. നമ്മുടെ 3.9 അപ്ഡേറ്റിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഗണ്ണാണ് ASM അബാക്കൺ എന്ന് പറഞ്ഞത്. ഒരു 5 പോയിന്റ് ഗണ്ണാണ്. ASM അബാക്കണിന്റെ ഫയറിംഗ് സൗണ്ട് നമുക്ക് നോക്കാം. ഏകദേശം നമ്മുടെ ക്യൂബിസൈഡിനെ പോലത്തെ ഫയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗണ്ണിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോയിനില്ലേ, ഈ ഒരു കോയിനാണ് കോസ്മിക് ബർഗർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫസ്റ്റ് എയ്ഡും ഒരു ഡ്രിങ്കും കൂടെ അടിക്കുന്ന ഒരു പവർ കിട്ടും ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ, സ്പേസ് ബ്രിഡ്ജ് ബീക്കൺ. ഇതെന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ബീക്കൺ പിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് മാപ്പിൻ്റെ താഴെയായിട്ട് ഒരു ടൈമർ ഉണ്ടാവും. അതായത് ഒരു 3 മിനിറ്റ്. ആ ഒരു ടൈമർ 0 ആകുമ്പോൾ നമുക്ക് ഈ ബീക്കൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ബീക്കൺ യൂസ് ചെയ്യുന്ന 2 പേർക്കായിരിക്കും ഇതിലെ 2 പവേഴ്സിനെ കിട്ടുന്നത്. അല്ലാത്തവർക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ബീക്കൺ യൂസ് ചെയ്യേണ്ട ടൈമായി ആദ്യം ചെയ്യുന്ന 2 പേർക്ക് മാത്രമേ ഇതിലെ മെയിൻ പവേഴ്സിനെ കിട്ടുള്ളൂ. നമുക്ക് 2 എണ്ണവും അടുത്തടുത്ത് നിന്ന് ചെയ്യാൻ പറ്റില്ല. 2ഉം വേറെ വേറെ ഡയറക്ഷനിലായിരിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ആക്ടിവേറ്റ് ആക്കുമ്പോൾ നമുക്ക് ഇതിൽ 1 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ടൈമർ 0 ആകുമ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ബോട്ട് ഹാവ് അറൈവ്ഡ് എന്ന് ഇങ്ങനെ എഴുതി കാണിക്കും.
അതിനുശേഷം ഒരു ആനിമേഷനൊക്കെ വന്നിട്ട് ഇതിന്നാണ് നമ്മുടെ മെയിൻ പവേഴ്സിനെ കിട്ടാൻ പോണത്. ഇതിന്ന് റെഡിഷ് കളറായിട്ടൊരു ലെയർ വരികയാണെങ്കിൽ അത് ഒപ്റ്റിമസ് പ്രൈം ആണ്. ഒരു വയലറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് മെഗാട്രോൺ ആണ്. നമുക്കിപ്പോൾ കിട്ടിയത് മെഗാട്രോൺ ആണ്. മെഗാട്രോണിന്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒരെണ്ണം ഫയറിംഗ്, ഒരെണ്ണം ജമ്പ്, ഒരെണ്ണം ലോക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അത് അൺലോക്ക് ആവണമെങ്കിൽ ഒന്നിൽ നമ്മൾ അപ്പുറത്തുള്ള ഒപ്റ്റിമസ് പ്രൈമിനെ അടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 പേരല്ലാതെ ബീക്കൺസ് യൂസ് ചെയ്ത് വരില്ലേ, അവരേൽ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അത് വെച്ചാണ് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെഗാട്രോൺ വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. വെഹിക്കിളായിട്ട് കൺവേർട്ട് ആകുമ്പോൾ ഇതുപോലെ ഒരു ഫയറിങ്ങിന്റെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇത് നല്ല പവറാണ്. നമുക്ക് മെഗാട്രോണിന്റെ പവർ നോക്കാം. ജസ്റ്റ് ഈ ബഗീനെ ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഹിറ്റിൽ തന്നെ നമ്മുടെ ബഗി പോകുന്നു. എന്താണെങ്കിലും 2 ഹിറ്റ് ആകുമ്പോൾ തന്നെ ബഗിയുടെ കാര്യം തീരുമാനമാവും. നമ്മൾ നമ്മുടെ മെഗാട്രോണെ വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒപ്റ്റിമസ് പ്രൈമിന്റെ അടുത്തോട്ട് പോവുകയാണ്. 2 പേരും 100 മീറ്ററിന്റെ അകത്താകുമ്പോൾ ഇങ്ങനെ ഒരു അലേർട്ട് വരും. ഇപ്പൊ ഒരു കിഡിലെ ആനിമേഷൻ വരും, നോക്കിയോ. ഇനി നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിനെ നമ്മൾ അടിച്ച് ആ ഒരു മെറ്റീരിയൽ എടുക്കാൻ പോവുകയാണ്, നോക്കിയോ. അങ്ങനെ നമ്മുടെ ഒപ്റ്റിമസ് പ്രൈം വീണ് നമുക്കിനി ആ ഒരു മെറ്റീരിയൽ ഇപ്പൊ ഡ്രോപ്പ് പോലെ വന്ന് വീഴും. ഈ മെറ്റീരിയൽ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ലോക്ക്ഡ് ആയിട്ടിരുന്ന സാധനം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഇതിൻ്റെ പവർ നോക്കിയോ. ഇതാണ് നമ്മുടെ മെഗാട്രോണിന്റെ പവർ. ഇനി നമ്മുടെ ഒപ്റ്റിമസ് പ്രൈമിന്റെ പവർ നോക്കാം നമുക്ക്. ഇതാണ് ഒപ്റ്റിമസ് പ്രൈം. ഒരു റെഡിഷ് ലെയർ ആണ് വരുന്നത്, നോക്കിയോ. ഒപ്റ്റിമസ് പ്രൈമിനും ഇതുപോലെ 2 അറ്റാക്ക് ആയിരിക്കും ഉള്ളത്. ഒരെണ്ണം ബ്ലേഡ് പോലത്തെ ഒരു അറ്റാക്കും, ഒരെണ്ണം ഇപ്പം ലോക്ക്ഡ് ആയിരിക്കും. ഒപ്റ്റിമസ് പ്രൈമിനെ വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് മെഗാട്രോൺ ആണ് ബെസ്റ്റ്. കാരണം അതിൽ ഒരു അറ്റാക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഒപ്റ്റിമസ് പ്രൈമിനാണെങ്കിൽ വെഹിക്കിൾ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്കിനി മെഗാട്രോണെ അറ്റാക്ക് ചെയ്തിട്ട് ഇതിന്റെ പവർ കൂട്ടി നോക്കാം നമുക്ക്. നമ്മൾ ഫൈറ്റ് വിൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ആനിമേഷനും കൂടെ വന്നിട്ടാണ് നമുക്ക് ആ ലൂട്ട് ക്രേറ്റ് കിട്ടുന്നത്. അതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ഇതിലെ പവർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഒപ്റ്റിമസ് പ്രൈമിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ പവർ എന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ട്രാൻസ്ഫോമേഴ്സിനെ ലാസ്റ്റ് സോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മാപ്പിൽ കാണുന്ന ഈ 4 ബ്ലൂ ഡോട്ട് ഇല്ലേ, ഇതാണ് സ്പേസ് ബ്രിഡ്ജ് എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തായാലും നിങ്ങൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അകത്ത് കയറണം. കാരണം ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ട് കേട്ടാ. നമ്മൾ സ്പേസിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഈ സാധനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ 3.9 അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്.